സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യൻ 3 അടിപൊളിയായിരിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ. ടോട്ടലി ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു ക്ലാസിക് മൂവിയാണ്. അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എപ്പോഴും ഉണ്ടാകും ഇതിന് ഈ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത്. അത്ര രീതിയിൽ ക്ലാസിക് ഒന്നും ആവുമെന്ന് തോന്നുന്നില്ല. ബട്ട് ഓവറോൾ പടം നല്ല രീതിയിൽ തന്നെയായിരുന്നു. തേർഡ് പാർട്ടിൻ്റെ ട്രെയിലറും നന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് സിനിമ 2025 റിലീസ് ആവുന്നുണ്ട്. അതിലൊരു നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അതിൻ്റെ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്. അതുതന്നെയാണ് പടം മോശം എന്ന് പറയാനില്ല, ഓക്കെ. പക്ഷെ വണ്ണിനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാനും പറ്റില്ല. എന്താണെങ്കിൽ ആ പ്ലോട്ട് വിട്ടിട്ട് ഈ സിനിമയ്ക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ 3 അടിപൊളിയായിരിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ ഇന്ത്യൻ 3ക്ക് ഒരു ചെറിയ ലീഡ് ഇട്ടിട്ടുണ്ട്. അതിന് ശങ്കറിന്റെ മേക്കിംഗ് വിഷ്വൽ ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇതിൽ 3 പേരുടെ ഇത് AI യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നെടുമുടി വേണുവിൻ്റെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അങ്ങനെ തോന്നണമൊന്നുമില്ല. പക്ഷെ വിവേകിൻ്റെ ഒക്കെ AIയുടെ സീൻ വരുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബാക്കി പിന്നെ മ്യൂസിക് ആണെങ്കിൽ തന്നെ ആ ഒരു താത്ത വരാറ് ആ ഒരു പാട്ട് മാത്രമാണ് നമുക്ക് ഒരു രസമുള്ളൂ. ബാക്കി പാട്ടുകളൊന്നും അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. എസ്.ജെ. സൂര്യയുടെ വേഷം എങ്ങനെയുണ്ട്? എസ്.ജെ. സൂര്യക്ക് അത്രയും വലിയ റോൾ ഇപ്പോൾ ഈ ഒരു പാർട്ടിൽ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ തേർഡ് പാർട്ടിലെ ആയിരിക്കും മെയിൻ വില്ലനായിട്ട് കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഒരു പാർട്ടിൽ അത്രയും ഇതായിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ അടുത്ത പാർട്ടിൽ വരുമ്പോഴാണ് അത് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇന്ത്യൻ 1 ആണോ 2 ആണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? അതെപ്പോഴും 1 തന്നെയാണ്. കാരണം ആ ഒരു കണ്ടന്റ് ഓൾറെഡി അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും പിന്നെ അതേ കണ്ടന്റ് തന്നെ രണ്ടാമത് വരുമ്പോഴും ഇപ്പോൾ ഏതൊരു സിനിമയാണെങ്കിലും സെക്കൻഡ് പാർട്ട് വരണമെങ്കിൽ അത്രയും നന്നായാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ഇന്ത്യൻ 1 കണ്ടവർക്കാണെങ്കിൽ അതിൻ്റെ കണ്ടന്റൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഏത് കാലഘട്ടത്തിലും ഇതിനൊരു പ്രസക്തി ഉണ്ട്. കമലഹാസന്റെ ഫൈറ്റ് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഒരു വെയിലിൽ പോണ സീൻ അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. കുറച്ച് പോരായിട്ട് തോന്നി. നല്ലതാണ്. എന്നാലും ആദ്യം കുറച്ച് ലാഗിങ് തോന്നി ആ സീൻ. പിന്നെ ഇന്ത്യൻ ഫസ്റ്റ് ആണ് നമുക്ക് സൂപ്പർ. ഇത് കൊള്ളാം, പടം കൊള്ളാം. ഇപ്പോഴത്തെ ജനറേഷൻ ചോദിക്കണമെങ്കിൽ നല്ലതാണ്, പടം കൊള്ളാം. പക്ഷെ എന്നാലും സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് കണ്ടപ്പോഴത്തേക്കും ഒരു ഫീൽ തോന്നുന്നുണ്ട് അടുത്ത് കാണാൻ.